കൂടാതെ ഇപ്പോൾ ടിൻചേട്ടൻ കുറേ സിനിമകളിൽ മമ്മൂട്ടി സാറിൻ്റെ മൂന്ന് സിനിമകളിൽ മമ്മൂട്ടി സാറിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇപ്പോൾ ലക്കി ഭാസ്കറിൽ ഡബ് ചെയ്യാനും കൂടെ ചെയ്തു. ആ വോയിസ് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഇത് ടിൻചേട്ടൻ്റെ വോയിസ് അല്ലേ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലക്കി ഭാസ്കറിലേക്ക് എത്തി ഒരുപാട് പ്രശംസകൾ കിട്ടി. അത് ദുൽഖർ സൽമാനാണ് ആ ക്യാരക്ടറിലായിട്ട് ചേട്ടനെ സെലക്ട് ചെയ്തത് എന്ന് കേട്ടിട്ടു. അത് മമ്മൂട്ടി സാർ തന്നെ അതിനൊരുപാട് പ്രശംസകൾ തന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഡബിങ്ങിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലക്കി ഭാസ്കർ എനിക്ക് ലക്കിയാണ്. കാരണം നമ്മുടെ ശബ്ദത്തിൽ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഇതല്ലേ. നമ്മളെ കാണണ്ട ശബ്ദം പോലും ആൾക്കാർ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഇത്രയും കാലത്ത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ലല്ലോ. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങൾ കേട്ട് കേട്ട് മനസ്സിലാക്കി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു കലയാണ്. വൈദ്യുതി വൈദ്യർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ഡബ്ബിങ്ങിൻ്റെ കേസിലേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് നമ്മൾ അഭിനയിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എഫർട്ട് എടുക്കണം. കാരണം അഭിനയിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കുന്നു, ഡയറക്ടർ പറയുന്നു, അതനുസരിച്ച് നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്ക് കുറേ ഇത് വരും. പക്ഷേ അതൊന്നും ഇല്ലാതെ ഈ അഭിനയിക്കുമ്പോഴത്തേക്ക് ഏത് രീതിയിലുള്ള മോഡുലേഷനാണോ വേണ്ടത് അത് നമ്മൾ സ്ക്രീനിൽ നോക്കി നിന്നുകൊണ്ട് കരയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കഴിവ്.